ചോദിച്ച തുക വളരെ കൂടുതലാണ് മിസ്റ്റർ തോമസ്. ബാക്കി 20 പേർക്കും ഞാൻ ഇത്രയും വലിയ തുക കൊടുത്തിട്ടില്ല. ചോദിച്ച പണം ഞാൻ തരാം, പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായാൽ എന്റെ കൂടെ നിൽക്കണം. മീൻസ് അസംബ്ലിയിൽ ഭരണ മുന്നണിക്കെതിരെ പോലും വോട്ട് ചെയ്യാൻ തയ്യാറാകണം എന്നർത്ഥം. ജയനവിടെ എന്നെ വഞ്ചിച്ചാരെയും ഞാൻ വെറുതെ വിടില്ല. കൊല്ലും ഞാൻ. പറയടേ, ഇവിടെ ജയൻ? പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? കൊല്ലും അല്ലേ? ഓടാ. പാതിരാത്രിയിൽ ആരോരുമില്ലാത്തൊരിടത്ത് കൂട്ടിക്കൊണ്ടുവന്ന് കൊല്ലുമെന്ന്. ധീരൻ. രാത്രിയിൽ താൻ ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണരുമല്ലോ മുഖ്യമന്ത്രിയുടെ മുഖം കണ്ട്. എന്തേ അയാളുടെ നേരെ ഇത് ചൂണ്ടാൻ ധൈര്യമില്ലാതെ പോയി? എന്നെ കൊല്ലാൻ ഈ പരാക്രമത്തിന്റെ ഒന്നും കാര്യമില്ല. എവിടെ വെച്ചും കൊല്ലാം, ആരും ചോദിക്കാനില്ല. ജയൻ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. എന്നും ഞങ്ങൾ തമ്മിൽ കാണാറുണ്ട്. എനിക്ക് അയാളെ ഇഷ്ടമാണ്, ബഹുമാനമാണ്. ഞാൻ അയാളുടെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോവുകയാണ്. താൻ എന്ത് ചെയ്താലും ജയൻ എവിടെ ഉണ്ടെന്ന് ഞാൻ പറയില്ല. പറയിപ്പിക്കാൻ ധൈര്യമുണ്ടോ? ഒരു പോലീസുകാരനെ കൊന്നതിലുള്ള ധർമ്മരോഷമാണല്ലോ തനിക്ക്. ഒന്നും അറിയാത്ത 15 പാവങ്ങൾ അന്നവിടെ വേറെ മരിച്ചു. വെടിയേറ്റ്, പോലീസിന്റെ വെടിയേറ്റ്. അന്ന് തന്റെ പോലീസും ഗുണ്ടകളും എത്രയെത്ര അമ്മമാരെയും സഹോദരിമാരെയും മാനഭംഗപ്പെടുത്തി. അതിലൊന്നും അയാൾക്ക് ധർമ്മരോഷമില്ല. എങ്ങനെ ഉണ്ടാകാനാ? ബാല്യക്കാരിയെ പ്രേമിക്കാൻ ഭാര്യയെ തൊഴിച്ചുകൊന്ന തന്തയുടെ മകനല്ലേ താൻ? ജയനൊന്ന് നിങ്ങളോട് കരഞ്ഞപേക്ഷിച്ചതല്ലേ പോലീസിനെ വിടരുതെന്ന്? അവിടെ നടന്ന എല്ലാ പാതകങ്ങൾക്കും താനാണ് ഉത്തരവാദി. യു ആർ എ ക്രിമിനൽ. എനിക്ക് ജയനെ ഒന്ന് കാണണം. ആഭ്യന്തരമന്ത്രിയായിട്ടല്ല, നിങ്ങളുടെ മഹിയായിട്ട്. പ്ലീസ്. എന്നെ വിശ്വാസമില്ലെങ്കിൽ ഇത് വെച്ചോളൂ.